പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നേരവും സ്തുതി ആരാധന. നോമ്പിൻ്റെ 4-ാം ഞായറിൽ നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പ്രവാസകാലം അവസാനിപ്പിച്ച് രക്ഷയിലേക്ക് തൻ്റെ ജനത്തെ ആഹ്വാനം ചെയ്തുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക, ഞാൻ രക്ഷ നൽകാൻ പോകുന്നു. സാബത്ത് അശുദ്ധമാകാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. ഇസ്രായേൽ ജനത്തെ മാത്രമല്ല, അവിടുത്തെ തിരുഹിതം അനുവർത്തിക്കുന്ന ഏവരെയും കർത്താവിൻ്റെ രക്ഷയിലേക്ക് അവിടുന്ന് ആഹ്വാനം ചെയ്യുകയാണിവിടെ. എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ഡന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ പുത്രീപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായൊരു സ്മാരകവും നാമവും നൽകും. ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത്. എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നത്. യേശു ക്രിസ്തുവിലൂടെ സമാഗതമാകാനിരിക്കുന്ന സാർവത്രിക രക്ഷയിലേക്കാണ് ഈ പ്രവാചക വചസ്സുകൾ വിരൽ ചൂണ്ടുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ യേശു തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും പകർന്നു നൽകിക്കൊണ്ട് ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തിയപ്പോൾ ആ പ്രദേശത്ത് നിന്നൊരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചപ്പോൾ യേശു മറുപടി പറഞ്ഞത്, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. എന്നാൽ അവൾ യേശുവിനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു. യേശു പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അപ്പോൾ അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. കാനാൻകാരിയുടെ വിശ്വാസത്തിലൂടെ നോമ്പുകാലത്ത് നമ്മിലുണ്ടാകേണ്ട വിശ്വാസ വളർച്ചയെയാണ് വ്യക്തമാക്കുന്നത്. അതായത് തട്ടിയെറിഞ്ഞിട്ടും വിട്ടുമാറാത്ത വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നാം ഉയരണം. കാനാൻകാരെ നായ്ക്കളെ പോലെയാണ് യഹൂദർ കരുതിയിരുന്നത്. എന്നാൽ യേശു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ലെന്ന് പറയുന്നത് അവളെ നായ്ക്കളെ പോലെ കരുതിയതുകൊണ്ടല്ല, അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം യഹൂദരുടെ മുൻപിൽ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയാണ്. അമ്മ തല്ലുമ്പോൾ അമ്മയെ തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന കുഞ്ഞിനെ പോലെ തട്ടിയെറിഞ്ഞിട്ടും പിന്മാറാതെ എളിമയോടെ കർത്താവിൽ ശരണപ്പെട്ടപ്പോൾ കാനാൻകാരി സ്ത്രീക്ക് കൈവന്ന ഭാഗ്യം എത്ര വലുതാണ്. നമുക്കും ഈ ഉദാത്തമായ വിശ്വാസത്തിൻ്റെ മാതൃകകളായി മാറാം. ഇന്നത്തെ ലേഖന ഭാഗം റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ശ്ലീഹ പറയുന്നു, നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല
വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എന്നിലുള്ള പാപത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർഭഗനായ മനുഷ്യൻ. മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുന്നു, എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെയും. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ് എന്ന് പൗലോസ്ലീഹ പോലും പറയുമ്പോൾ പിന്നെ നാം പാപത്തിൽ വീഴുന്നതിൽ എന്ത് അതിശയോക്തിയാണുള്ളത് എന്ന് പലരും ചിന്തിക്കാറുണ്ട്, ചോദിക്കാറുമുണ്ട്. സാധാരണ വളരെയേറെ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത്. സ്വയം പാപത്തിൽ വീണിട്ട് പലരും പൗലോസ്ലീഹായുടെ ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സ്വയം നീതീകരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ തിരുവചന ഭാഗത്ത് പൗലോസ്ലീഹ തൻ്റെ പാപ അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്, പിന്നെയോ മനുഷ്യൻ്റെ തിന്മയിലേക്കുള്ള പ്രവണതകളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് മാത്രമേ സാധിക്കൂ. അതിനാൽ അനുതാപപൂർവം കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുകയാണ് നാം ചെയ്യേണ്ടതെന്ന സന്ദേശമാണ് ഇതുവഴി പൗലോസ്ലീഹ നമുക്ക് നൽകുന്നത്. ചുരുക്കത്തിൽ ഈ ദിനത്തിൽ നമ്മുടെ മനനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള തിരുവചന ഭാഗങ്ങളെല്ലാം യേശുവിലൂടെ നൽകപ്പെടുന്ന രക്ഷയിലേക്ക് യഹൂദരെയും നീതിമാന്മാരെയും മാത്രമല്ല, വിജാതീയരെയും പാപികളെയും പരദേശവാസികളെയും എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിലിരുന്ന് ഈ വചന സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും നിരന്തരം ധ്യാനിക്കുകയും ചെയ്യാം. നാം മാത്രം ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വളരാനല്ല, സകലരെയും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവം ഉയർത്തുവാൻ വേണ്ടി തൃപാദത്തിലിരുന്ന് ധ്യാനിക്കുകയും സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നേരവും സ്തുതി ആരാധന. പരിശുദ്ധ